നമസ്കാരം. രണ്ടാഴ്ചയ്ക്കിപ്പുറം നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുന്നു, വീണ്ടും തൃശ്ശൂരിലെത്തുന്നു. ഇത്തവണ ഗുരുവായൂരിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ സന്ദർശനത്തിന്റെ ഉദ്ദേശം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഗുരുവായൂരിൽ അടുത്ത ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കുന്നത് ഗുരുവായൂരിൻ്റെ വികസന സ്വപ്നങ്ങളാണ്, വികസന പദ്ധതികളാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരമായി അയോധ്യ മാറുമ്പോൾ അത് രാജ്യത്തിൽ ഇതുവരെ കാണാത്ത വികസന പദ്ധതികളും അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര വികസനം ഒരു നാടിൻ്റെ വികസനമാവുന്ന കാഴ്ചയാണ് അയോധ്യയിൽ നമ്മൾ കാണുന്നത്. ഗുരുവായൂരിന് പങ്കുവയ്ക്കാനുള്ളത് ഇത്തരത്തിലുള്ള വികസന സ്വപ്നങ്ങളും വികസന പദ്ധതികളും തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന ഗുരുവായൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തെല്ലാമാണ്, ഇവിടെ അനിവാര്യമായി നടപ്പാക്കേണ്ടത് എന്തെല്ലാമാണ്? നമ്മോടൊപ്പം MS അനീഷ് കുമാറും സുവി വിശ്വനാഥും ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുവായൂരിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ചും വികസന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പൗരപ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. മോദി ഗുരുവായൂരിലെത്തുമ്പോൾ കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തെല്ലാമാണ്? സ്വാഗതം പ്രത്യേക ചർച്ചയിലേക്ക്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ സന്ദർശനം രാഷ്ട്രീയത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ചാണ് സംസാരിക്കുന്നത്. എന്തെല്ലാം വികസന പദ്ധതികൾക്കായിരിക്കും ഊർജ്ജം നൽകുക? അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? എന്താണ് അനീഷ് കരുതുന്നത്? അനുമോദ, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണെങ്കിലും കേവലം ഈ താമരപ്പൂക്കളുടെ തുലാഭാരത്തിനും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും മാത്രം പങ്കെടുക്കാനല്ല മോദി ഗുരുവായൂരപ്പനെ കാണാൻ എത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്കറിയാം, ടെമ്പിൾ സിറ്റികൾ വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള, വലിയ ആവാസ വ്യവസ്ഥകളാക്കി മാറ്റാനുള്ളൊരു പദ്ധതി തന്നെ നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ തന്നെ മോദി സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി വികസനം വരിക. പണ്ട് കാലങ്ങളിലൊക്കെ നദീതടങ്ങളിൽ നഗരങ്ങൾ ഉയരുന്നെന്ന് പറയുന്ന പോലെ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ഒരു വലിയ സങ്കേതം വരിക. അയോധ്യയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റങ്ങളാണ്. കാരണം ഇന്ത്യയിലെ ഏതൊരു നഗരത്തോടും കിടപിടിക്കുന്ന തരത്തിലുള്ള, ഒപ്പം ഈ അമിതാഭ് ബച്ചനെ പോലുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ മുടക്കി അവിടെ സ്ഥലം വാങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും കേരളത്തിന് പ്രതീക്ഷിക്കാം, കേരളത്തിന് ഇത്തരത്തിലൊരു വികസനം ഉണ്ടാവുമെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളൊരു സ്ഥലം ഗുരുവായൂരാണ്. നമുക്കറിയാം 3 സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, ശബരിമലയുണ്ട്. പക്ഷെ ശബരിമല തൊടാൻ പറ്റില്ല. മോദിക്കോ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഒരു പരിമിതികളുണ്ട്. പക്ഷേ അൺലിമിറ്റഡ് ആണ് ഈ ഗുരുവായൂരിൻ്റെ വികസന സാധ്യതകൾ. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വലിയൊരു അളവ് പോലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ കുറച്ചുകൂടി മൂല്യാധിഷ്ഠിതമായ സേവനങ്ങൾ ഒരുപക്ഷെ ഇവിടേക്ക് വരും. എന്താണ് ഈ ഗുരുവായൂരിന് ഇന്ന് മോദി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് ഇന്ന് ഒരു അപ്രതീക്ഷിത സമ്മാനമായി പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും നാട്ടുകാർക്കിടയിൽ ചർച്ചയുണ്ട്. എന്തായാലും വികസനത്തിലേക്ക് വാതിലുകൾ തുറക്കുന്ന ഒരു വലിയ യാത്രയായിരിക്കും ഈ കല്യാണ യാത്ര എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് തീർച്ചയായും അനീഷ് പറഞ്ഞ് തുടങ്ങിയതിൽ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമുക്കറിയാം, അയോധ്യ വലിയ വികസനമാണ്. അയോധ്യയിൽ വലിയ സാധ്യതകൾ അവിടേക്ക് വരുന്നു. പണ്ട് അടഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രം, അല്ലെങ്കിൽ പ്രശ്ന വിവാദമായിരുന്ന ഒരു ക്ഷേത്രം, അത് വലിയൊരു ടെമ്പിൾ സിറ്റിയായി മാറുന്നു. അപ്പോൾ കേരളത്തിൽ അനീഷ് പറഞ്ഞതുപോലെ തന്നെ 3 നഗരങ്ങളാണ്, 3 ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. അതിൽ ശബരിമല എന്ന് പറയുന്നത് കാനന ക്ഷേത്രമാണ്. ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് ചെല്ലുക അസാധ്യമാണ്. പക്ഷേ ഗുരുവായൂർ എന്ന് പറയുന്നത് ഇനിയും വികസനം ഒരുപടി വേണ്ട ഒരു ടെമ്പിൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും 3.5 കോടിയോളം ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും വരുന്നത്. 10,000-കണക്കിന് ആളുകൾ വരുന്നു. ഇനിയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വലിയ തോതിലുള്ള വികസന പദ്ധതികൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ അമൃതം പദ്ധതി, അല്ലെങ്കിൽ പ്രസാദം പദ്ധതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ, കേന്ദ്ര സർക്കാരാണ് ആ പദ്ധതികൾ തുടക്കമിട്ടത്. അതിനുശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യം വരുമ്പോൾ, ഇനി എന്ത് പദ്ധതിക്കായിരിക്കും നരേന്ദ്രമോദി കൊണ്ടുവരിക എന്നതാണ്. ഇക്കാര്യത്തിൽ വികസന പദ്ധതികൾക്ക് ദീർഘവീക്ഷണമുള്ള ഗുരുവായൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജുട്ട, ആരൊക്കെയാണ് നമ്മുടെ അതിഥികളായിട്ട്? ഇത് ഈ നഗരസഭയുടെ തന്നെ പ്രതിപക്ഷ നേതാവാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. KP ഉദയനാണ്. അദ്ദേഹമാണ് ഇവിടെ നമ്മളെ ഈ നഗരസഭയെ പ്രതിനിധീകരിച്ച് ഈ പ്രതിപക്ഷ നേതാവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ. കൂടാതെ
ഇത് അഡ്വക്കേറ്റ് നിവേദിത കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് നിന്നിട്ട് ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായി. അത് തള്ളി BJPയുടെ ഒരു നേതാവാണ്. കൂടാതെ മൂന്നാമത്തെ R. രവികുമാറാണ്. ഇദ്ദേഹം 40 വർഷമായി സാംസ്കാരിക രംഗത്ത് ഒരു ദൃശ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബുണ്ട്. അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 40 വർഷമായി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം R. രവികുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് PI ആൻഡോ ലാസർ മാഷാണ്. ലാസർ മാഷിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവങ്കിടം പ്രദേശം ഗുരുവായൂരിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു മറ്റേ റെയിൽപാത വന്നു, അത് ക്ലോസ് ചെയ്യപ്പെട്ടപ്പോൾ തിരുവങ്കിടം അടിപ്പാത വേണം എന്നുള്ളൊരു വലിയ നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ തിരുവങ്കിടം അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വളരെ ശക്തമായി പ്രതിഷേധം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് PI ലാസർ മാഷ്. ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ സുരക്ഷാ ഒരുക്കങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ എല്ലാവർക്കും എത്തിച്ചേരുന്നതിന് അല്പം ബുദ്ധിമുട്ട് വന്നത്. നമ്മൾ ഒരുപാട് പേര് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം കേന്ദ്ര സഹായം ലഭ്യമായ ഒരു പദ്ധതി മേഖലയാണ് ഗുരുവായൂരുള്ളത്. എങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ വികസന സ്വപ്നങ്ങളെ ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി കാണുന്നത്? ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ വന്നിട്ട് അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിലേക്കാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് വരുന്നത്. അത് വന്നതിന് ശേഷം ഗുരുവായൂരിന് ഇന്ത്യ ഗവൺമെന്റ് എന്തൊക്കെ സംഭാവന നൽകും എന്നത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് നമുക്ക് അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് വിലയിരുത്തുവാനോ അതിനെപ്പറ്റി സംസാരിക്കുവാനോ കഴിയുകയുള്ളൂ. ഇപ്പോൾ അതൊന്നും തന്നെ ഒന്നും പുറത്തു വരാത്ത കാര്യങ്ങളാണ്. ഒരു സ്വകാര്യ ചടങ്ങിനായി ഗുരുവായൂരിലേക്ക് എത്തുന്നു എന്ന് മാത്രമാണ് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യം. കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ആനുകൂല്യങ്ങൾ മുൻകാലങ്ങളിലും ഗുരുവായൂരിനായിട്ട് ലഭ്യമായിട്ടുള്ളതാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലടക്കം കേന്ദ്ര ഗവൺമെന്റ് മുൻകാലങ്ങളിലും ഗുരുവായൂരിന് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ അമൃത് പദ്ധതി, പ്രസാദ് പദ്ധതി തുടങ്ങിയുള്ള പദ്ധതികൾ അത് 50% അമൃത് പദ്ധതിയിൽ 50% കേന്ദ്ര ഗവൺമെന്റിന്റെയും 30% സംസ്ഥാന സർക്കാരിന്റെയും 20% നഗരസഭയുടെയും അങ്ങനെയുള്ള ഒരു ശതമാനത്തിലാണ് അമൃത് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രസാദ് പദ്ധതി പൂർണ്ണമായും കേന്ദ്ര പദ്ധതി ഫണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള പദ്ധതികൾ ഗുരുവായൂരിന് ലഭ്യമായിട്ടുണ്ട്. അത് കൃത്യമായി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ഞാനതിലൊരു രാഷ്ട്രീയം കലർത്തി പറയാൻ ആഗ്രഹിക്കുന്നതല്ല. ഒരു വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഗുരുവായൂരിൽ ഇത്തരം പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കേണ്ടത്. ഇപ്പോൾ കുറച്ചു മുമ്പ് എനിക്ക് ഇതിന്റെ അവതാരിക പ്രിയപ്പെട്ട സഹോദരി സൂചിപ്പിച്ചതുപോലെ 3.5 കോടി ജനം ഒരു വർഷം ഗുരുവായൂരിലേക്ക് എത്തുന്നു എന്നുള്ള അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കണക്കാണ്. പുതുതായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളൊന്നും തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് അറിയില്ല. 5 കോടിയിലധികം ജനങ്ങൾ ഒരു വർഷം ഗുരുവായൂരിലേക്ക് എത്തുന്നതാണ്. അതായത് ഈ സംസ്ഥാനത്തിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ ഗുരുവായൂരിലേക്ക് ഒരു വർഷം എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ചെറിയ നഗരം എത്രത്തോളം കഠിനമായ പ്രയത്നത്തിലൂടെയാണ് അവരെയൊക്കെ സ്വീകരിക്കുവാനും അവർക്ക് സന്തോഷകരമായ ഒരു തീർത്ഥാടന നഗരം ഒരുക്കുവാനും തിരിച്ചു പോകുവാനുള്ള അവസരം ഒരുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശാല ഗുരുവായൂരായതിനു ശേഷം, അതായത് ഗുരുവായൂർ നഗരസഭ പണ്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു പ്രദേശത്ത് കിടന്നിരുന്നതാണ്. അത് തൊട്ടടുത്ത പൂക്കോട് പഞ്ചായത്തും തൊട്ടപ്പുറത്ത തൈക്കാട് പഞ്ചായത്തും കൂട്ടിച്ചേർക്കപ്പെട്ട് 2010 വിശാല ഗുരുവായൂരായി. ആ വിശാല ഗുരുവായൂരിനെ ഇത്രയും തിരക്കുള്ള ഒരു ക്ഷേത്ര നഗരി ഏത് രീതിയിൽ വികസിപ്പിക്കണമെന്നത് ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ ഈ എല്ലാ സർക്കാരുകളും ചെയ്യുന്നതിന്റെ തുടർച്ചയാണ് ഗുരുവായൂരിലെ എന്നാണ് അവർ പറയുന്നത്. എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഇന്ന് ഭാരതത്തിൽ വെറും 10 വർഷം ഭരിച്ച ഒരു കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ 75 വർഷം സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ ഇത്രയും കാലം ഭരിച്ചവർ എന്ത് ചെയ്തു എന്നുള്ളത് ആകെ 50 കോടി അല്ലെങ്കിൽ 40 കോടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാഷ്ട്രീയം പറയുകയാണ്. വ്യക്തമായി തന്നെ ഇവിടുത്തെ നഗരസഭയുടെ അധിപനായിട്ടുള്ള വ്യക്തി, പ്രതിപക്ഷം ഇവിടെയുണ്ട്, അവർ പറയുന്നു ശരിയാണ്, അവരുടെ കാലത്തും അത്യാവശ്യം കാര്യങ്ങൾ ഈ ഒരു നഗരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ വെറും 10 വർഷം കൊണ്ട് ഇവിടെ നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. ഇതിൽ പ്രസാദം പദ്ധതി നമുക്കറിയാം, 100 കോടി ആദ്യ ഘട്ടം എന്ന രീതിയിൽ 100% കേന്ദ്ര ഫണ്ട് ഇവിടെ എത്തിക്കാമായിരുന്നു. അതിൽ എത്ര കോടിയുടെ പദ്ധതിയാണ് നമ്മൾ വെച്ചത്? അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ ലഭ്യമാക്കി നൽകിയോ? അപ്പോൾ അതിൽ ബാക്കിയുള്ള തുകയ്ക്ക് നമുക്ക് പ്രൊജക്ട് വെക്കാമായിരുന്നില്ലേ? അപ്പോൾ അത് വെക്കാതിരിക്കുന്നത് ആരുടെ ഭാഗത്തിലുള്ള കുറവാണ് എന്നുള്ളത് പരിശോധിക്കണ്ടേ?
അതൊരിക്കലും കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനാവില്ല. കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ 100 കോടി ആദ്യ ഗഡു എന്ന നിലയിൽ ഗ്രാൻഡായി, പൂർണ്ണമായിട്ടും ഗ്രാൻഡായി തന്നെ, അതായത് 1 രൂപ പോലും കേരള സർക്കാരിന്റെയോ ലോക്കൽ ബോഡിയുടെയോ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും ആ 100 കോടിയുടെ പദ്ധതി പൂർണ്ണമായിട്ടും നമുക്ക് നൽകാനായിട്ടില്ലെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറവ് തന്നെയാണ്. അങ്ങനെ പറയുമ്പോഴും നാളെ നരേന്ദ്രമോദി വീണ്ടും ഗുരുവായൂർ എത്തുകയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അയോധ്യയിൽ ഇത്രയും വലിയ വികസനം വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ എന്ത് വികസനമാണ് ഇനി വേണ്ടത് എന്നാണ് BJP കരുതുന്നത്? നോക്കൂ, നാളത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർണ്ണമായിട്ടും ഒരു സ്വകാര്യ സന്ദർശനമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ 2ാം ഊഴത്തിലെ ആദ്യത്തെ സന്ദർശനത്തിൽ ഗുരുവായൂരിൽ അദ്ദേഹം വന്ന സമയത്ത് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ക്ഷേത്ര നഗരിയുടെ വികസനത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്ര സർക്കാരിന്റെ ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇനിയും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അയോധ്യയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഗവൺമെന്റിന്റെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടലും കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും ഫണ്ടുകൾ ഉപയോഗിക്കുന്ന ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരാണ് അതെല്ലാം ചെയ്യുന്നത്. നമുക്ക് തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇനിയും നമുക്ക് നൽകാവുന്നതാണ്. പൂർണ്ണമായിട്ടും ഇപ്പോൾ 3.5 കോടി ജനങ്ങളാണ് ഭക്തരാണ് ഈ കേരളത്തിലെ ഈ ഒരു ഭാഗത്ത് മാത്രം എത്തുന്നത്, ദർശനത്തിനായി എത്തുന്നത് എന്ന് പറഞ്ഞ കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. വരാൻ പോകുന്ന 50 വർഷത്തിന് ശേഷവും ഈ കേരളത്തിലെ ഈ ഒരു ക്ഷേത്ര നഗരിയുടെ വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം പദ്ധതികൾ സമർപ്പിക്കുവാൻ. അത്തരത്തിൽ ഒരു പദ്ധതി നൽകുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സൂചനയുണ്ടാവും. 12 കോടിയോളം ഓൾറെഡി അനുവദിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ വികസനവും കൂടുതൽ ട്രെയിനുകൾ വളരെ ബുദ്ധിമുട്ടുകൾ കൂടാതെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് തന്നെ ഇവിടെ എത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കും. കണക്ടിവിറ്റി നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. റെയിൽവേയുടെ വികസനം കുറച്ചും കൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മളിപ്പം ചെയർമാൻ ശ്രീ M. കൃഷ്ണദാസ് കൂടി ചേരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സംസാരിച്ചിരുന്നത് തൃശ്ശൂർ നഗരത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം കേന്ദ്ര സഹായം ലഭിച്ച പ്രദേശങ്ങളൊന്നായിട്ടാണ് ഗുരുവായൂർ കണക്കാക്കുന്നത്. അങ്ങ് പറഞ്ഞ് തുടർച്ചയാണ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനം, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയുള്ള സന്ദർശനം, പ്രതീക്ഷകൾ നൽകുന്നുണ്ടോ? പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതീക്ഷയും നൽകുന്നില്ല. നരേന്ദ്രമോദിജി 2ാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം 2019 ജൂൺ മാസത്തിൽ ഗുരുവായൂരിൽ വന്നിരുന്നു. അന്ന് മാധ്യമങ്ങളെല്ലാം എഴുതിയത് വിശ്വപ്രസിദ്ധമായ ഈ ക്ഷേത്ര നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി വലിയ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിച്ചു. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതു. പിന്നീട് BJPയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ഈ ഗുരുവായൂരിന് വേണ്ടി അദ്ദേഹം നടത്തിയതായി നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. അമ്പലത്തിൽ പോയതിനു ശേഷം ശ്രീവത്സത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടു, ഏതെങ്കിലും തരത്തിൽ പറഞ്ഞില്ല. പിന്നീട് പൊതുപരിപാടിയിലും അദ്ദേഹം പ്രഖ്യാപിച്ചതായി പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ വന്ന വേറൊരു വാർത്ത അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വലിയ പാക്കേജ് ഉടനെ വരുമെന്നാണ്. അത് കഴിഞ്ഞിപ്പോൾ 2019 കഴിഞ്ഞ് ഇപ്പോൾ 2024 നമ്മൾ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക പാക്കേജ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരമായ ഗുരുവായൂരിന് വേണ്ടി അദ്ദേഹം പ്രഖ്യാപിച്ചതായിട്ടോ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചതായിട്ടോ ഞങ്ങൾക്കാർക്കും അറിയില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ അമൃതം പദ്ധതിയായാലും പ്രസാദം പദ്ധതിയായാലും ഏറ്റവും കൂടുതൽ കേന്ദ്ര ഫണ്ടുകൾ, സംസ്ഥാന സർക്കാരിനേക്കാൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര ഫണ്ടുകൾ ഗുരുവായൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കണ്ണടച്ച് നമുക്ക് ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കും? ഞാൻ പറയാം. അമൃത് പദ്ധതി, പ്രസാദ് പദ്ധതി, ഈ രണ്ട് പദ്ധതികളാണ്. ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വരുന്നതിന് മുമ്പ് തന്നെ അമൃത് പദ്ധതി പ്രകാരം കേരളത്തിലെ 6 കോർപ്പറേഷനും അതിനോടൊപ്പം 3 നഗരസഭകൾക്കും അമൃതിന്റെ 1ാം ഘട്ടം അനുവദിച്ചിരുന്നു. 1ാം ഘട്ടത്തിൽ ഗുരുവായൂർ നഗരസഭ, പാലക്കാട് നഗരസഭ, ആലപ്പുഴ നഗരസഭ കൂടാതെ 6 കോർപ്പറേഷനുകൾ. ഇതാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സ്വാഭാവികമായും കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. എല്ലാ കേന്ദ്ര ഗവൺമെന്റുകളും
ഇന്ത്യയിലെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അതാത് കാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. നേരത്തെ UPA ഗവൺമെന്റുള്ള കാലത്ത് UIDSSMT, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്മോൾ ആൻഡ് മീഡിയം ടൗൺ എന്ന് പറയുന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂരിൽ 50 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി വന്നത്. പക്ഷേ ആ പദ്ധതിയുടെ പ്രത്യേകത 10% പണം നഗരസഭയും 10% പണം സംസ്ഥാന ഗവൺമെന്റും 80% പണം കേന്ദ്ര ഗവൺമെന്റും. എന്നാൽ ഈ പദ്ധതി പേര് മാറ്റി അമൃതായപ്പോൾ 50% പണം സർക്കാർ കേന്ദ്ര ഗവൺമെന്റും ബാക്കി 50% നഗരസഭയും സംസ്ഥാന ഗവൺമെന്റും എടുക്കണം. അപ്പൊ ഇതൊരു പ്രത്യേക പദ്ധതിയൊന്നുമല്ല. ഇത് കേരളത്തിലെ ഇന്ത്യയിലെ നഗരങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ ബാധ്യതയും ചുമതലയുമാണ്. അതിന്റെ ഭാഗമായി അനുവദിക്കുന്ന പദ്ധതിയാണ് പ്രസാദ് പദ്ധതി. അത് ഗ്രാന്റാണ്. 2 പദ്ധതികൾ ഗുരുവായൂർ നഗരസഭയ്ക്ക് അനുവദിച്ചു. 9 കോടി രൂപയുടെ ഫെസിലിറ്റേഷൻ സെന്റർ പണിതു. 4 കോടിയോളം വരുന്ന ഒരു അമ്യൂണിറ്റി സെന്ററും പണിതു. ഗുരുവായൂർ നഗരസഭ ആ ഗ്രാന്റ് സ്വീകരിച്ചു. ഇതല്ലാതെ ഈ ലോകപ്രശസ്തമായിട്ടുള്ള ഈ തീർത്ഥാടന നഗരത്തിന് വേണ്ടി മറ്റെന്ത് പദ്ധതി നടപ്പിലാക്കി എന്നാണ് പറയുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്താണ് ഗുരുവായൂർ റെയിൽവേ. നിങ്ങളെല്ലാ മാധ്യമ പ്രവർത്തകരും ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി നോക്കണം. ഇങ്ങനത്തെ ഒരു ഇത്രയും മോശമായ റോഡ് പോലും, പൊളിച്ച റോഡ് പോലും നേരെയാക്കാൻ പറ്റാത്ത റെയിൽവേ. 1994 30 കൊല്ലമായി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായിട്ട് വടക്കോട്ട് റെയിൽ നീട്ടുന്നതിന് ഒരു നടപടിയുമില്ല. ഗുരുവായൂർ ഉണ്ടായിരുന്ന ട്രെയിൻ തന്നെ വെട്ടിക്കുറച്ചു. റെയിൽവേയുടെ ഒരു സാധ്യതയിൽ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടപ്പിലാവട്ടെ, നല്ല കാര്യം. അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വരുന്നത് തികച്ചും സ്വകാര്യമായ ഒരു സന്ദർശനത്തിനാണ്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം എന്തെങ്കിലും പ്രഖ്യാപിക്കട്ടെ. പ്രഖ്യാപിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാം. ഇപ്പോഴത്തെ അനുഭവത്തിൽ ഒരു പ്രത്യേകതയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഈ പ്രതിപാദിച്ച 2 പദ്ധതികളിൽ പ്രസാദം പദ്ധതി പൂർണ്ണമായിട്ടും ഗ്രാന്റാണ്. ഇതിനു മുമ്പ് അതിൽ 100 കോടിയോളം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 100 കോടിയോളം അതിൽ വകയിരുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായത് എത്രയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പദ്ധതികൾ സമർപ്പിക്കേണ്ടവർ കൃത്യമായിട്ട് അത് സമർപ്പിക്കാത്തത് കൊണ്ടാണ്. ഇതൊരു തുടർച്ചയായ പ്രോസസ്സാണെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഈ ചെയർമാൻ ആയാലും ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അവകാശപ്പെടുന്നത്, അമൃത പദ്ധതിയുടെ എല്ലാം. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ചെയർപേഴ്സൺ ആണ് ഇതിനു വേണ്ടിയിട്ട് മുൻപ് പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ MP ആയിരുന്നവരും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇത്രയധികം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലം എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ക്ഷേത്ര നഗരമാണ്, എന്തുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. അതാണല്ലോ പ്രസാദം പദ്ധതി എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള റെക്കഗ്നീഷൻ ഉള്ള കേന്ദ്രങ്ങളുടെ വികസനത്തിനായിട്ടാണ്. അതിൽ 1000 കോടി വരെ ഇതിൽ ഓരോ പദ്ധതിക്കുമായിട്ട് മാറ്റിവെക്കാവുന്നതാണ്. പദ്ധതി പ്രഖ്യാപിച്ച് ആദ്യ ഘട്ടം എന്ന രീതിയിൽ 100 കോടി പ്രഖ്യാപിച്ചതിന് ശേഷം അതിന്റെ പൂർണ്ണത കൈവരിച്ചതിന് ശേഷമല്ലേ അടുത്ത പദ്ധതിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് ഇപ്പൊ നമുക്ക് പറയുന്ന മാതിരി അത് കുറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അത് ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞു പോയിട്ട് ഒന്നും ചെയ്യാത്തവരെ പോലെയല്ല മോദി സർക്കാർ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പദ്ധതിയുടെയും പൂർണ്ണത കൈവരിച്ചതിന് ശേഷം അടുത്ത പദ്ധതിയിലേക്ക് പോകും. 100 കോടി നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ആ 100 കോടി ഉപയോഗിച്ചതിന് ശേഷമല്ലേ അടുത്ത ഗഡു. നാളെ മോദി എത്തുമ്പോൾ പ്രത്യേകിച്ച് പദ്ധതികളൊന്നും പ്രതീക്ഷിക്കേണ്ടതാണ്. നോക്കൂ, അദ്ദേഹം നാളെ വരുന്നത് സ്വകാര്യ സന്ദർശനതോ ഒരു പരിപാടിക്കാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള നേതാക്കളിൽ ചിലർ മാത്രമാണ് നാളത്തെ ഈ പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുക പോലുള്ളൂ. അദ്ദേഹം അതിനുശേഷം സംസാരിക്കുന്നത് ശക്തി കേന്ദ്ര ഇൻചാർജന്മാരായിട്ടാണ്. അതല്ലാതെ ഒരു പബ്ലിക്കിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ അതല്ലെങ്കിൽ വരാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആഹ്വാനമോ നൽകാനല്ല നാളെ വരുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു നാടിന്റെ മുഖം മാറ്റുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ആ കാഴ്ചയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം, എങ്ങനെയൊക്കെ ആയിരിക്കാം ഭാവിയിലെ കേരളത്തിലെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക. അതിനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. ചെയർമാൻ പറഞ്ഞു നാളെ എന്തെങ്കിലും നാളെ ഇദ്ദേഹം വരുന്നത്
വരുന്നത് നിങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകാനല്ലോ. അദ്ദേഹം വരുന്നത് സ്വാഭാവികമായും പ്രഖ്യാപനം നടത്തേണ്ട ഇടത്ത് അദ്ദേഹം അതിന്റെ സഭയിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തും. അത് കൃത്യമാണ്. ഒരു പ്രധാനമന്ത്രി വരുന്ന സഭ ഏതാണ്, അവിടെ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്, പറയേണ്ടത്, അത് മാത്രമേ ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വന്ന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത ഏത് വേദിയിലാണെങ്കിലും അവിടെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു കാര്യമാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടത്തെ പൗരജനങ്ങൾ, പ്രമുഖർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആളുകൾ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര ശ്രദ്ധയിലേക്ക് പെടുത്തുകയും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും പൂർണ്ണമായിട്ടും ഇവിടുത്തെ എല്ലാ സംഗതികളെക്കുറിച്ചും വികസനത്തിന്റെ പോരായ്മകളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പരിഹരിക്കുവാനുള്ള ഇടപെടലുകൾ വരും കാലങ്ങളിൽ. നമ്മളെ ഈ ഒരു ചർച്ച തുടരുകയാണ്. മറ്റതിഥികളിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം. Hi Arun sir.